എന്തിനാ സാറേ നിങ്ങളെയൊക്കെ ഞങ്ങൾ ജയിപ്പിച്ചു വിടുന്നത്? വോട്ട് ചെയ്തിട്ട് പോയതിനു ശേഷം ഇന്നാ പിന്നെ നിങ്ങളെ കാണുന്നേ. കുണ്ടറ MLA ആയ PC വിഷ്ണുനാഥിനോട് മണ്ഡലത്തിലെ പാവപ്പെട്ട കോൺഗ്രസ്സുകാരിയായ ഒരു സ്ത്രീയുടെ ചോദ്യമാണ്. ഞാനൊരു കോൺഗ്രസ്സുകാരിയാണ്. 28 വർഷം ഞാൻ ശിവശങ്കരയുടെ നേതൃത്വത്തിലുള്ള യൂണിയനിൽ പ്രവർത്തിച്ചാണ്. തെരഞ്ഞെടുപ്പിന് വന്ന സാറിന്റെ മുഖമൊന്നും കണ്ടത്. പിന്നെ ഈ കൈക്കൊണ്ട് ഇറങ്ങാറായി. അപ്പൊ ഞങ്ങൾ ജയിപ്പിച്ചു വിടുന്ന എന്തിനാ സാർ? ഞങ്ങളെ നിരപരാധിയായ ഈ കശുവണ്ടി തൊഴിലാളികൾ ഞങ്ങൾക്ക് വലിയ ശമ്പളമൊന്നുമില്ല. ഞങ്ങൾ മരണപ്പെട്ടു ഞങ്ങളുടെ കുടുംബത്തിന്റെ ആശയത്തിൽ കേട്ടല്ലോ, അവനവന്റെ മണ്ഡലത്തിലെ അവസ്ഥ ഇതാണ്. സ്വർണം കട്ടത് ആരപ്പ എന്ന് ചോദിക്കുന്നിടത്ത് ഇലക്ഷൻ ജയിച്ചിട്ട് പോയത് ആരപ്പ എന്ന് നാട്ടുകാർ ചോദിക്കുകയാണ്. ആ വഴി നടന്നിട്ടില്ല. പാവപ്പെട്ടവരുടെ നിരവധി ആവശ്യങ്ങൾ MLA അന്വേഷിക്കുമ്പോൾ കാണാനില്ല. MLA ഫുൾ ടൈം സതീശനോടൊപ്പം അധികാരം പിടിക്കാനുള്ള ടൂറിലാണ്. ഈ അവസ്ഥയിലാണ് നിലവിൽ കോൺഗ്രസിന്റെ ആകെ 21 എണ്ണമാണ് ഉള്ളത്. അതൊക്കെ മണ്ഡലത്തിൽ ഒരു കാര്യവും ചെയ്യുന്നില്ല എന്നതിന്റെ തെളിവാണ്. കിഫ്ബി പദ്ധതിയിലൂടെ പലതും എല്ലാ മണ്ഡലങ്ങളിലും ഒരുപോലെ റോഡും സ്കൂളും ആരോഗ്യ കേന്ദ്രമൊക്കെ സെലക്ട് ചെയ്ത് മാറ്റങ്ങൾ വരുന്നിടത്ത് പോയി ഫ്ലെക്സ് വയ്ക്കുന്നതിനപ്പുറം സ്വന്തം മണ്ഡലത്തിലെ ജനങ്ങൾക്ക് വേണ്ടി നിയമസഭയിലെ ചർച്ചകളിൽ പങ്കെടുക്കില്ല. ചോദ്യോത്തരവേള ഉൾപ്പെടെയുള്ള സഭാ നടപടികളിൽ പങ്കെടുക്കാതെ സമരവും നടത്തിക്കളിച്ച് ജനങ്ങളുടെ ഒരു കാര്യവും നോക്കാതെ നിയമസഭയിൽ ഒപ്പിട്ട് ഫണ്ട് അടിച്ച് പോക്കറ്റിലിട്ടുകൊണ്ട് നടക്കുന്ന വ്യക്തികൾ എന്താണ് എന്നതിന്റെ തെളിവാണ്. ആ നാട്ടിലെ കോൺഗ്രസ്സുകാരിയായിട്ടുള്ള ഈ വനിതയുടെ പ്രതികരണത്തിലുണ്ട്. ഇതാണ് നിലവിൽ അധികാരത്തിലേക്ക് വരാൻ പോകുന്നവരുടെ ഉത്തരവാദിത്വം. ഒരു ചുക്കം ചെയ്യുന്നില്ല, എന്നിട്ട് സർക്കാരിനെയും കുറ്റം പറഞ്ഞ് നടക്കുകയാണ്. അവനവന്റെ ജോലി ചെയ്യാത്തവരാണ് നാളെ അധികാരം തന്നാൽ ഞങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് വേണ്ടി മല മറിച്ചു തരാമെന്നൊക്കെ വാഗ്ദാനം ചെയ്യുന്നത്. ഇതൊക്കെ കണ്ടിട്ട് നാട്ടുകാർക്ക് ഒരു ചിന്താശേഷി വരണമെന്ന് മാത്രമാണ് ആഗ്രഹിക്കുന്നത്. അല്ലെങ്കിൽ നോക്കൂ, വലിയ ഡയലോഗ് അടിച്ചുകൊണ്ട് ഏറ്റവും മികച്ച പ്രകടനം നടത്തുന്നവരെന്ന് അവകാശപ്പെടുന്നതാണ്. അവരുടെ സ്വന്തം മണ്ഡലത്തിൽ, അതായത് കുണ്ടറ മണ്ഡലത്തിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയെ തോൽപ്പിച്ച് അധികാരത്തിൽ വന്ന PC വിഷ്ണുനാഥിനോട് ഒരു വനിതയ്ക്ക് ഇങ്ങനെ ചോദിക്കേണ്ടി വന്നെങ്കിൽ എത്രമാത്രം പരാജയമാണ്, എത്രമാത്രം പ്രവർത്തിക്കാത്ത ജനങ്ങൾക്ക് ഗുണമില്ലാത്ത വ്യക്തിത്വമാണ് ഇതെന്നൊക്കെ നിങ്ങൾ തിരിച്ചറിയുക. ഒരു കാര്യം കൂടി മനസ്സിലാക്കുക, ഇവരുടെ മുന്നിലേക്ക് സ്വയം ക്യാമറ ഓണാക്കി വെച്ചതാണ്. PR പണിയാണല്ലോ. വനിതകളൊക്കെ വന്ന് എന്നെ പുകഴ്ത്തി പറയുമെന്ന് കരുതിയെടുത്താണ് ഈ ഒരു വലിയ അബദ്ധം പറ്റിയത്. അത് ലൈവായിട്ട് പുറത്തേക്ക് വന്നപ്പോൾ നാട്ടുകാർ കാണുകയും ചെയ്തു. ഞാനൊരു കോൺഗ്രസ്സുകാരിയാണ്. 28 വർഷം ഞാൻ ശിവശങ്കരയുടെ നേതൃത്വത്തിലുള്ള യൂണിയനിൽ പ്രവർത്തിച്ചാണ്. തെരഞ്ഞെടുപ്പിന് വന്ന സാറിന്റെ മുഖമൊന്നും കണ്ടത്. പിന്നെ ഈ കൈക്കൊണ്ട് ഇറങ്ങാറായി. അപ്പൊ ഞങ്ങൾ ജയിപ്പിച്ചു വിടുന്ന എന്തിനാ സാർ? ഞങ്ങളെ നിരപരാധിയായ ഈ കശുവണ്ടി തൊഴിലാളികൾ ഞങ്ങൾക്ക് വലിയ ശമ്പളമൊന്നുമില്ല. ഞങ്ങൾ മരണപ്പെട്ടു ഞങ്ങളുടെ കുടുംബത്തിന്റെ ആശയത്തിൽ ജനങ്ങളുടെ കാര്യമാണ്.